നമസ്കാരം. ഇന്നത്തെ കൊച്ചി വാർത്തകളിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ADGPക്കെതിരെ വീണ്ടും രൂക്ഷമായ ആരോപണവുമായി PV അൻവർ രംഗത്തു വന്നു. സോളാർ കേസ് ഒത്തുതീർപ്പാക്കാൻ ഇടപെട്ടെന്നും വിമാനത്താവളം വഴി സ്വർണ്ണക്കടത്ത് നടത്തിയെന്നും കവടിയാറിൽ കൊട്ടാരത്തിനടുത്ത് പടുകൂറ്റൻ വീട് പണിയുന്നെന്നുമാണ് ആരോപണം. ശബ്ദരേഖയും MLA വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു. കവടിയാറിൽ സ്ഥലം വാങ്ങി 15,000 അടി ചതുരശ്ര വിസ്തീർണമുള്ള വീടാണ് പണിയുന്നത്. ഇതിനുള്ള പണം ഇദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയെന്ന് മാധ്യമങ്ങൾക്ക് അന്വേഷിക്കാമെന്നും പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും P ശശിയെ മാറ്റിയേക്കും. PV അൻവർ MLA ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് നീക്കത്തിന് പിന്നിലെന്നാണ് ലഭിക്കുന്ന വിവരം. പാർട്ടി സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പേ തീരുമാനം ഉണ്ടായേക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിവിധ സർക്കാരുകൾ നടപ്പിലാക്കുന്ന ബുൾഡോസർ രാജ് നടപടികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. കേസിൽ പ്രതിയായതുകൊണ്ട് മാത്രം ഒരാളുടെ കെട്ടിടം പൊളിക്കാൻ സർക്കാരിന് എങ്ങനെ കഴിയുമെന്ന് സുപ്രീം കോടതി ചോദിച്ചു. കെട്ടിടം പൊളിക്കുന്നതിന് രാജ്യവ്യാപകമായി മാർഗരേഖ പുറത്തിറക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. ജമ്മു കശ്മീരിലെ സുൻജ്വാൻ സൈനിക താവളത്തിൽ തീവ്രവാദി ആക്രമണം. ഒരു സൈനികന് പരിക്കേറ്റു. സ്നൈപ്പർ ആക്രമണത്തിലാണ് സൈനികന് പരിക്കേറ്റത്. ഇന്ന് സെപ്റ്റംബർ 2 രാവിലെ 10:15 സൈനിക താവളത്തിന് നേരെ തീവ്രവാദികൾ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. സർക്കാർ നിയമനങ്ങളിൽ സംവരണം പാലിക്കുന്നതിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രാജ്യത്ത് ഒന്നാമതെന്ന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കണക്ക്. കേരളത്തിൽ കഴിഞ്ഞ വർഷം നടന്നത് 34,110 നിയമനങ്ങളാണ്. കൃത്യമായ സംവരണം പാലിച്ചുകൊണ്ടുള്ള നിയമനമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് എന്ന് UPSC പറയുന്നു. പ്രതിഷേധങ്ങൾക്കൊടുവിൽ നെഹ്റു ട്രോഫി വള്ളംകളി നടത്താൻ ആലോചന. ഓണത്തിന് ശേഷം ഈ മാസം 28-ന് വള്ളംകളി നടത്തണമെന്നാവശ്യപ്പെട്ട് വള്ളംകളി സംരക്ഷണ സമിതി ഇന്ന് ആലപ്പുഴ കളക്ടർക്ക് നിവേദനം നൽകും. ഭൂരിപക്ഷ വള്ളംകളി ക്ലബ്ബുകളും 28 എന്ന തീയതി അംഗീകരിച്ചു. 24-ാം തീയതി വരെ മറ്റു പ്രാദേശിക വള്ളംകളികളുണ്ട്. ഇത്തവണ ചിങ്ങമാസത്തിലെ വിവാഹത്തിൽ റെക്കോർഡ് കുറിക്കാൻ ഒരുങ്ങുകയാണ് ഗുരുവായൂർ അമ്പലം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. 328 വിവാഹങ്ങളാണ് സെപ്റ്റംബർ 8-ാം തീയതി ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് നടക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിനു മുൻപും 100-ലേറെ വിവാഹങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഇത്രയധികം വിവാഹങ്ങൾ ഒരു ദിവസം ഗുരുവായൂരിൽ നടക്കുന്നത്. ബന്ദികളുടെ കൊലയിലും വെടിനിർത്തൽ ചർച്ചകളിൽ പരാജയപ്പെട്ടതിലും നെതന്യാഹു ഭരണകൂടത്തിനെതിരായ പൊതുജന രോഷത്തിൽ തിളച്ച് ഇസ്രായേൽ. രാജ്യത്തെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ ഹിസ്റ്റഡിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പൊതുപണിമുടക്ക് ആരംഭിച്ചതോടെ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് 10,000-കണക്കിന് ഇസ്രായേൽ പൗരന്മാർ തെരുവിലിറങ്ങി. പണിമുടക്കിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡും രംഗത്തെത്തി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ചു കടത്തിക്കൊണ്ടുപോയി ലഹരി വസ്തുക്കൾ നൽകി ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിൽ 4 പേർ പിടിയിൽ. ആലുവ കാഞ്ഞൂർ ഭാഗത്ത് മരോട്ടിക്കുടി വീട്ടിൽ ലിൻഡോ, മലപ്പുറം നിലമ്പൂർ കരിമ്പുഴ ഭാഗത്ത് വിശാലിൽ വീട്ടിൽ മുഹമ്മദ് നിവാസ്, മുനമ്പം പള്ളിപ്പുറം ചെറായി ഭാഗത്ത് കല്ലുംതറ വീട്ടിൽ വൈശാഖ്, നായരമ്പലം നെടുങ്ങാട് ഭാഗത്ത് കൊട്ടാരപ്പറമ്പിൽ വീട്ടിൽ അഭിനവ് എന്നിവരെയാണ് ഞാറയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫോർട്ട് കൊച്ചി വൈപ്പിൻ റൂട്ടിലെ 2 റോകളിൽ 1 സർവീസ് നിർത്തിയതോടെ വീണ്ടും ജനത്തിന് ദുരിതയാത്ര. സ്റ്റിയറിംഗ് തകരാറിനെ തുടർന്ന് സേതു സാഗർ 2 എന്ന റോറോ സർവീസ് ആണ് നിർത്തിയത്. 1 മാസത്തോളമായി ഈ റൂട്ടിൽ 1 റോറോ മാത്രമാണ് സർവീസ് നടത്തുന്നത്. സേതു സാഗർ ആഴ്ചകൾക്ക് മുമ്പും
ഇതേ കാരണത്താൽ 4 ദിവസം സർവീസ് മുടങ്ങിയിരുന്നു. അടിക്കടി റോറോ തകരാറിലാവുന്നതിനാൽ ജനങ്ങൾ അതീവ ദുരിതത്തിൽ ആണ്. വെള്ളം കോരുന്നതിനിടെ കാൽ വഴുതി കിണറ്റിൽ വീണ റിട്ടയേർഡ് വനിതാ പ്രൊഫസറെ അഗ്നിരക്ഷാസേനയെത്തി രക്ഷിച്ചു. പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിലെ 18-ാം വാർഡിൽ മരുതുകവലയിലുള്ള ശ്രീരംഗം വീട്ടിൽ രാധാകൃഷ്ണന്റെ ഭാര്യ MJ ജയശ്രീയെയാണ് രക്ഷിച്ചത്. മാർത്തോമൻ കോളേജിൽ ഹിന്ദി പ്രൊഫസറായി സർവീസിൽ നിന്ന് വിരമിച്ചയാളാണ് ജയശ്രീ. വയോധികർ തനിച്ചു താമസിക്കുന്ന വീടുകളിൽ ആക്രി പെറുക്കാനെന്ന വ്യാജേനെ അതിക്രമിച്ചു കയറി മാല മോഷ്ടിക്കുന്ന ആൾ അറസ്റ്റിൽ. കോതപ്പറമ്പ് ജമീല ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മലപ്പുറം ഏറാംതോട് വലമ്പൂർ ചേറാട്ടുപള്ളത്ത് വീട്ടിൽ അജിത്തിനെ വടക്കേക്കര പോലീസാണ് പിടികൂടിയത്. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.